എല്ലാവരുടെയും ജീവിതത്തിൽ ഡെഫിനറ്റായിട്ട് ഒരു ടൈം വരും, ഒരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം. അത് ഒരുപാട് നാൾ നിങ്ങൾ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ്ലി കണ്ടുമുട്ടുന്ന ഒരാൾ ചിലപ്പോൾ എളുപ്പമായിരിക്കും, പക്ഷെ അയാൾ തന്നെ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ വേണമെന്ന് തോന്നും. അങ്ങനെ കൊണ്ടുവന്ന ആൾക്കാർ ചിലപ്പം അത് കറക്റ്റ് ആവാഞ്ഞിട്ട് പിരിഞ്ഞു പോയ ആൾക്കാർ, ചതിക്കപ്പെട്ട ആൾക്കാർ, അങ്ങനെയൊക്കെ ഒരുപാട് പേരെടുത്ത് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് പേര് ചതിക്കപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം ഒരു സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ് വരുന്നത് എന്തുകൊണ്ടാണ് പിന്നെ വരുന്ന കാലഘട്ടത്തിൽ ഇവർ അൺഎക്സ്പെക്റ്റഡ്ലി കണ്ടുമുട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് താമസിച്ചിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും എന്തുകൊണ്ടാണ് ഇത് പിരിഞ്ഞു പോകുന്നത് കാര്യം ഇവർ ഒളിച്ചു വെക്കുന്ന പല കാരണങ്ങളുമാണ് ഇത് പിരിയാനുള്ള മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് പറഞ്ഞ് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ടൈമേ ഉള്ളൂ അതിന് ഒരു കുമിള പോലെ വീണ് പൊട്ടാനുള്ള സമയം. പക്ഷേ അത് പറയാതെ കുറേ നാൾ ജീവിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് വേറെ രീതിയിൽ അറിയുമ്പം, അല്ലെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മറക്കപ്പെടാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് വരുമ്പോഴാണ് പിന്നെ അവിടെ ചതി ഉള്ള രീതിയിൽ ഇവർ പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പോൾ എല്ലാവരും എപ്പോഴും ട്രാൻസ്പെറൻറ്റ്, ഇത്രയും നാൾ നടന്ന കാര്യങ്ങളെല്ലാം ഒരു ട്രാൻസ്പെറൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇതിനകത്ത് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനിമ ഇറങ്ങി, ഗുരുവായൂർ അമ്പലം നടയെന്ന് പറഞ്ഞാൽ അത് ശരിക്കുള്ള ഒരു കൺസെപ്റ്റാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ന്യൂ ജനറേഷൻ കൺസെപ്റ്റാണ് ആ സിനിമയ്ക്കകത്ത്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന കറക്റ്റ് കാര്യമാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. അതായിരുന്നു വേണ്ടത്.